നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ നെടുമങ്ങാട് ജംഗ്ഷനിലാണ്. നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിനടുത്താണ്. വളരെ തിരക്കേറിയ ഒരു റോഡാണ്. നമുക്കറിയാം, ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ 38,000-ഓളം വോട്ടുകൾക്ക് ഇടത് കോട്ട അട്ടിമറിച്ചുകൊണ്ടാണ് അടൂർ പ്രകാശ് ജയിച്ചത്. അന്ന് അഡ്വക്കേറ്റ് എ സമ്പത്തിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഇക്കുറി CPIM അഥവാ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നത് വർക്കലയിലെ ജനകീയനായ MLA ആയ അഡ്വക്കേറ്റ് വി ജോയിയാണ്. അദ്ദേഹത്തിനാണ് അടൂർ പ്രകാശിനെ നേരിടാനുള്ള ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഇക്വേഷൻ നോക്കിയാൽ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് കൂടി നോക്കുമ്പോഴാണ് സംഗതി ഒരു ത്രികോണ ചൂടിലേക്ക് മാറുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ 2,48,000 വോട്ടുകൾ പിടിച്ചിരുന്നു. ഇക്കുറി ശോഭാ സുരേന്ദ്രന് പകരം കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരനാണ് ഇവിടെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ 7 നിയോജക മണ്ഡലങ്ങൾ ചേർന്ന് വരുന്നതാണ്. അതിനകത്ത് കഴിഞ്ഞ തവണ അടൂർ പ്രകാശിന് ലീഡ് നഷ്ടപ്പെട്ട ഏക മണ്ഡലം നെടുമങ്ങാടാണ്. അവിടെ മാത്രമാണ് ചെറിയൊരു വ്യത്യാസത്തിൽ സമ്പത്ത് ഈ മേഖലയിൽ 1-ാം സ്ഥാനത്തെത്തിയത്. നെടുമങ്ങാടിൻ്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ ഇടത് കോട്ട തന്നെയാണ്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ പ്രതിനിധി അഥവാ MLA എന്ന് പറയുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ടുള്ള GR അനിലാണ്. അഡ്വക്കേറ്റ് GR അനിലാണ്. നെടുമങ്ങാടിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൽ കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, വർക്കല, കാട്ടാക്കട, അരുവിക്കര തുടങ്ങിയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും, നെടുമങ്ങാട് ഒഴികെ ബാക്കി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും മുന്നേറ്റം നടത്തി, സമ്പത്തിനേക്കാൾ മുന്നേറ്റം നടത്തി. എന്നാൽ ഇക്കുറി വി ജോയ് വരുമ്പോൾ എങ്ങനെയായിരിക്കും അടൂർ പ്രകാശിൻ്റെ പോരാട്ടം? എങ്ങനെയായിരിക്കും വി മുരളീധരൻ എത്രത്തോളമായിരിക്കും ഇവിടെ വോട്ട് പിടിക്കുന്നത്? ത്രികോണ പോരാട്ടം നടക്കണമെങ്കിൽ കുറഞ്ഞത് 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിക്കണം. കഴിഞ്ഞ തവണ BJPക്ക് കിട്ടിയ 2.5 ലക്ഷം എന്നുള്ളത് വി മുരളീധരനെ കൊണ്ട് ഉയർത്താനാകുമോ? അതും വലിയൊരു ചോദ്യം തന്നെയാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തലേക്കുന്നിൽ ബഷീർ കഴിഞ്ഞാൽ, അതായത് ഇടത് കോട്ടയെ പൊളിച്ചടുക്കിക്കൊണ്ട് തലേക്കുന്നിൽ ബഷീർ ഇവിടെ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചിട്ടുണ്ട്. നിരവധി തവണ വർക്കല രാധാകൃഷ്ണൻ ജയിച്ചിട്ടുള്ള പഴയ ചിറങ്ങീട് ലോക്സഭാ മണ്ഡലമാണ് പിന്നീട് ആറ്റിങ്ങലായത്. 2009-ലാണ് ആറ്റിങ്ങൽ മണ്ഡലം രൂപീകൃതമായത്. അതുവരെ ചിറങ്ങീടായിരുന്നു. 2004-ൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ജയിച്ചത് വർക്കല രാധാകൃഷ്ണനാണ്. എന്നാൽ 2009-ൽ ഇവിടെ പ്രൊഫസർ ബാലചന്ദ്രനെ തോപ്പിച്ചുകൊണ്ട് 18,000-ഓളം വോട്ടുകൾക്കാണ് എ സമ്പത്ത് ജയിച്ചത്. 2014-ൽ ബിന്ദു കൃഷ്ണയെ തോൽപ്പിച്ചുകൊണ്ട് സമ്പത്ത് വിജയം ആവർത്തിച്ചു. എന്നാൽ ഇക്കുറി 2019-ലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ അടൂർ പ്രകാശിൻ്റെ ആ മേൽക്കൈ ഇക്കുറിയും ആവർത്തിക്കപ്പെടുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഒന്നാമത്തെ കാര്യം, ആറ്റിങ്ങലിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി ആറ്റിങ്ങൽ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്നതും അതുപോലെ മേൽപ്പാലം യാഥാർത്ഥ്യമാക്കും ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ ഇവിടെ ജയിച്ച പാർലമെൻറ്റിലേക്ക് എത്തിയത്. ഇക്കുറി അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ജനങ്ങൾ ഓരോന്നായി ചോദിക്കുന്നു. എവിടെ വികസനം? എവിടെ? മുക്കിലും മൂലയിലും ഹൈലൈറ്റ് അല്ലെങ്കിൽ മുക്കിലും മൂലയിലും ഹൈമാസ്റ്റ് ലൈറ്റും അതുപോലെ കുറേ വെയിറ്റിംഗ് ഷെഡുകളും മാത്രം സ്ഥാപിച്ചതുകൊണ്ട് വികസനമായോ? ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നയിക്കുന്നത്. അതിനുവേണ്ടി ഒരു വോട്ട് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന കോൺഗ്രസിന് മറിച്ചൊരു ചോദ്യം കൂടി ഇവിടുത്തെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ ചോദിക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ വികസന കുതിപ്പിന് ഞങ്ങൾക്കൊരു വോട്ട് തരൂ എന്നാണ് വി മുരളീധരൻ്റെ അനുയായികളും വി മുരളീധരനും പറയുന്നത്. എന്തായാലും ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയേണ്ട ഒരു സാഹചര്യമുണ്ട്.